വോട്ട് അരിവാളിനും മനസ്സ് പൈങ്കിളിക്കും. ഈ പ്രയോഗം ഡോക്ടർ മോഹൻ തമ്പി മാഷിൻ്റെയാണ്. അപ്പോൾ അത് വളരെ ശരി തന്നെയായിരുന്നു. അതായത് വളരെ വിപ്ലവകരമായുള്ള ബോധപൂർവമായ കാഴ്ചപ്പാട് പുലർത്തുക, അതേസമയം തന്നെ ആന്തരിക ജീവിതത്തിൽ ഈ പറയുന്ന പൈങ്കിളിത്തരമായിട്ട്. അത് സത്യത്തിൽ അന്ന് തന്നെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പിന്നോക്കാവസ്ഥയും ഏറെക്കാലം പൊരുത്തപ്പെട്ടു പോവില്ല. എവിടെങ്കിലും വെച്ച് അവർക്ക് അടിച്ച് പിരിയേണ്ടി വരും. അപ്പോൾ ദീർഘകാലം അത് ചില പാച്ചപ്പ് പ്രവർത്തനങ്ങളിലൂടെ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയും അതോടൊപ്പം തന്നെ ഈ പൈങ്കിളിത്തരവും ഒരുമിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ഒരു ഇടസ്ഥലത്തേക്ക് ഇടിച്ചു കയറിയത് ഫാസിസ്റ്റ് ആശയങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത്, അതായത് ഇപ്പം കോഴിക്കോട് തന്നെ ഞാൻ നടത്തിയൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വോട്ട് അരിവാളിനും മനസ്സ് താമരക്കും നൽകുന്നൊരവസ്ഥ പതുക്കെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പ്രഭാഷണങ്ങളുടെ അവസാനിപ്പിച്ചപ്പോൾ കേരളത്തിലെ ശ്രദ്ധേയരായുള്ള 2 പ്രതിഭകൾ, ഒന്ന് ഡോക്ടർ ഷിനാസ്, മറ്റൊന്ന് നമ്മുടെ ചരിത്ര പ്രതിഭ, പേര് പെട്ടെന്ന് വരുന്നില്ല, അബ്ദുൾ റസാഖ് ശ്രദ്ധേയനായുള്ള ചരിത്ര പ്രതിഭയാണ്. ഷിനാസും അതുപോലെ തന്നെ സാംസ്കാരിക വിമർശകൻ എന്നുള്ള ശ്രദ്ധേയനാണ്. 2 പേരും വന്നിട്ട് ഒരേ കാര്യമാണ് പെട്ടെന്ന് ഒരു മുൻകൂർ ആലോചനയും അവർ തമ്മിൽ നടത്താതെ പ്രകടിപ്പിച്ചു പോയത്. അതെന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു തിരുത്തുണ്ട്. ആ തിരുത്ത് എന്താന്ന് പറഞ്ഞാൽ, മനസ്സ് മാത്രമല്ല വോട്ടും താമരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു താക്കീതാണ്. ഇതിനെ അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ, അങ്ങനൊരു വസ്തുത ഉണ്ട് കേരളത്തിൽ. അതായത് കിട്ടുന്ന വോട്ടിനേക്കാൾ സാംസ്കാരികമായ മേൽക്കോയ്മ ഉണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടിൻ്റെ മണ്ഡലത്തിലും വലിയ ഒരു മുന്നേറ്റം. അതായത് കേരളത്തിൻ്റെ തലസ്ഥാനം ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ആധിപത്യത്തിൻ്റെ കീഴിലായി എന്നുള്ളത് തന്നെ മലയാളി കണ്ണു തുറക്കേണ്ട ഒരു സംഭവമാണ്.